IMA സംസ്ഥാന പ്രസിഡന്റാണ് ഞാൻ ഡോക്ടർ ശ്രീവിലാസൻ കെ. ഉന്നതതലത്തിൽ ഡിസ്കസ് ചെയ്തിരുന്നു. തീർച്ചയായിട്ടും ഞങ്ങൾ നാളെ സംസ്ഥാന തലത്തിൽ ഞങ്ങൾ പ്രതിഷേധം ആചരിക്കുന്നുണ്ട്. ഈ ബ്രാഞ്ച് സംഭവം നടന്ന ബ്രാഞ്ച് കംപ്ലീറ്റ് ബ്ലോക്ക് ഇതാണ്. പിന്നെ കോഴിക്കോട് ജില്ലയിൽ അവർ പ്രതിഷേധം ആചരിക്കുന്നുണ്ട്. പ്രതിഷേധം ആചരിക്കുന്നു. സ്റ്റേറ്റ് ഗവൺമെന്റ് ഈ വന്ദനാദാസിന്റെ പ്രശ്നം ഉണ്ടായപ്പോൾ ഒരുപാട് ഓഫറുകൾ വെച്ചിരുന്നു. അത് പാലിക്കപ്പെടാത്തതാണ് ഇപ്പോഴത്തെ പ്രശ്നത്തിന് കാരണം. അല്ല, ഒരു പോലീസ് പോസ്റ്റ് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ല എന്നാണ് വാസ്തവം. പിന്നെ അതുകൂടാതെ തന്നെ വാസ്തവം വേണ്ടത് CCTV ഉണ്ടാവുക, പിന്നെ നല്ല ആരോഗ്യവാന്മാരായ സെക്യൂരിറ്റി ഓഫീസർ നമ്മൾ നിർത്തുക, ഇതൊക്കെ ചെയ്യേണ്ടതാണ്. ഇതൊക്കെ അന്ന് നമ്മുടെ ആ നിയമത്തിൽ നമ്മൾ ആവശ്യപ്പെട്ടിരുന്നതാണ്. ഇത് കൂടാതെ തന്നെ ഓരോ ജില്ലയിലും ഒരു സെപ്പറേറ്റ് കോടതിയും സെപ്പറേറ്റ് പ്രോസിക്യൂട്ടറും വെക്കാമെന്നൊക്കെ അന്ന് പറഞ്ഞിരുന്നത്. അപ്പോഴും പ്രായോഗികമായിട്ടില്ല. പല സ്ഥലങ്ങളിൽ CCTV വെച്ചിട്ടുണ്ടെന്നാണ് കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രി പറഞ്ഞത്. എല്ലാ സ്ഥലങ്ങളും വെക്കുകയൊക്കെ ചെയ്യേണ്ടതാണ്. സെക്യൂരിറ്റി സ്റ്റാഫ് വേണം, നല്ല ആരോഗ്യവന്മാരെ സെക്യൂരിറ്റി സ്റ്റാഫ് വേണ്ടതാണ്. അതുകൂടി വേണ്ടതാണ്. പ്രതിഷേധം എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഡോക്ടറെ ജില്ലയിൽ എങ്ങനെ പ്രതിഷേധം ഉദ്ദേശിക്കുന്നത്? KGMO ശക്തമായ രീതിയിൽ നാളെ പ്രതികരിക്കുന്നുണ്ട്. അതിനോട് ഞങ്ങൾ സഹകരിക്കുക ചെയ്യുന്നത്. KGMO ഞങ്ങളുടെ തന്നെ IMAയുടെ തന്നെ ഭാഗമാണ്. അപ്പോൾ അവരുടെ ഏത് പ്രശ്നമാണെങ്കിലും IMAയുടെ കൂടെ പ്രശ്നം തന്നെയാണ്. അതിനോട് ഞങ്ങൾ അവരെ അനുകൂലിച്ചുകൊണ്ട് ഞങ്ങൾ സഹകരിക്കുന്നു. KGMO പ്രസിഡൻ്റായിട്ട് പോയി കഴിഞ്ഞ കുറച്ച് നേരത്തെ സംസാരിച്ചുള്ളൂ. അവർ പറഞ്ഞ എങ്ങനെയാണ് ആ രീതിയിലാണ്. പിന്നെ ആരോഗ്യമന്ത്രി കാണുന്നുണ്ട്, DGP ഒക്കെ നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഇല്ല, ആശുപത്രി അടച്ചിടുന്നില്ല. സ്വകാര്യ ആശുപത്രികളിലൊക്കെ ഉണ്ടല്ലോ. ഞങ്ങളത് പ്രതിഷേധം എല്ലാ ഐക്യദാർഢ്യമായിട്ടാണ്. ഐക്യദാർഢ്യമാണ് ഉദ്ദേശിക്കുന്നത്. കാരണം ഇപ്പോൾ തന്നെ ഈ പ്രതിയെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ട ആ നിയമത്തിലെ എല്ലാ ക്ലോസുകളും നടപ്പിലാക്കി കഴിയുകയാണെങ്കിൽ ഇങ്ങനെയൊരു ആക്രമണം വരില്ല. പിന്നെ IMA നേരത്തെ തുടർന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത് ആശുപത്രികൾ സുരക്ഷിത മേഖലയാക്കുക എന്നുള്ളതാണ്. ആശുപത്രി സുരക്ഷിത മേഖലയാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിൽ നല്ല ഏതൊരു തരത്തിലുള്ള ആക്രമണം ഉണ്ടാകാൻ പോകുന്നില്ല. ഡോക്ടർമാർക്ക് സ്വസ്ഥമായിരുന്നുകൊണ്ട് രോഗിയെ നോക്കാനും പരിശോധിക്കാനും മരുന്ന് എഴുതാനും സാധിക്കും. ഇതിപ്പോൾ ഏത് സമയത്താണ് ഡെമോക്രസിൻ്റെ വാൾ പോലെ തലയിൽ വന്ന് വീഴുക ആക്രമണം എന്ന് വിചാരിച്ചുകൊണ്ട് ടെൻഷൻ അടിക്കേണ്ട ഒരു അവസ്ഥ വരെ വന്നേക്കാം. അതൊഴിവാക്കുന്നത് ഇത് ഗവൺമെൻറ് തലത്തിൽ നിന്ന് നല്ല നീക്കം ഉണ്ടാക്കുക വേണ്ട. ഇനിയിപ്പം മന്ത്രി വീണ ജോർജിനും DGP കണക്ക് പോകുന്നു. ഇതൊക്കെ ആവശ്യങ്ങളാണ്. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ആവർത്തിക്കാനോ അതല്ല പുതിയ എന്തെങ്കിലും കണ്ടീഷൻസ് മുന്നോട്ട് വെക്കുന്നുണ്ട്? അല്ല, പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ആശുപത്രി സംരക്ഷണം നിങ്ങൾ ശരിയായ രീതിയിൽ ശക്തമായ രീതിയിൽ വരികയാണെങ്കിൽ എല്ലാ ക്ലോസും സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ഇങ്ങനോട് പറയാൻ സാധ്യതയില്ല. ഏറ്റവും നല്ല രീതിയിൽ ആശുപത്രികൾ സുരക്ഷിത മേഖലയാക്കുക എന്നുള്ളതാണ്. അത് നമ്മൾ കേന്ദ്രത്തിലും ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. IMA ആവശ്യപ്പെട്ടിട്ടുണ്ട്, കേന്ദ്രമന്ത്രിസഭയുമായിട്ടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ എന്ത് സംഭവിച്ചാലും ഡോക്ടർമാരെ ബ്ലെയിം ചെയ്യുന്നത് ആ ഒരു മെൻറ്റാലിറ്റി എങ്ങനെയാണ് നോക്കുന്നത്? അത് വാസ്തവം പറയുന്നത് അത് എനിക്ക് തോന്നുന്നു എന്താ പ്രധാനപ്പെട്ട മനുഷ്യ മനസ്സിൻ്റെ ഒരു സങ്കുച മനോഭാവമായിരിക്കാം. കാരണം ഡോക്ടർമാർ എപ്പോഴും രോഗികളെ കഴിയുന്നത്ര ശ്രദ്ധിച്ച് പരിശോധിച്ച് എപ്പോഴും മരണത്തിൻ്റെ വക്തത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാരാണ്. അതോ ഒരു രോഗിക്കും എന്തെങ്കിലും ദോഷം വരണമെന്നോ അല്ലെങ്കിൽ അത് വളരെ രോഗം കൂടണമെന്നോ ആഗ്രഹിച്ചു ഒരു ഡോക്ടർ ഒരിക്കലും ഒരിടത്തും ഒന്നും ചെയ്യില്ല. തീർച്ചയായിട്ടും ജീവിതത്തിൻ്റെയും മരണത്തിനടിക്കുന്ന നൂൽപ്പാലത്തിലൂടെ കടന്നു പോകുന്ന ആൾക്കാരെ രക്ഷിക്കുകയാണ് ഡോക്ടർമാർ ചെയ്യുന്നത്. സംഭവിച്ചിട്ടുണ്ട് എന്ന് IMA കരുതുന്നുണ്ടോ? കാരണം നേരത്തെ പല കാര്യങ്ങളും പറഞ്ഞിരുന്നു, അതൊന്നും പാലിക്കപ്പെട്ടില്ല എന്നാണ് KGMA അടക്കം പറയുന്നത്. അങ്ങനെ ആരോഗ്യമന്ത്രി പറയുന്ന കാര്യങ്ങളൊന്നും ഇവിടെ നടക്കുന്നില്ല, അങ്ങനെയാണോ? അല്ല, അത് വാസ്തവത്തിൽ ഇത്തരം നിയമത്തിലുള്ള ക്ലോസുകൾ നടപ്പിലാക്കേണ്ടത് ആരോഗ്യവകുപ്പും സർക്കാരും തന്നെയാണ്. അവർ തീർച്ചയായിട്ടും അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും നല്ല പോസിറ്റീവ് സൈനാണ് പല ആശുപത്രികളിലും CCTV വെച്ചിട്ടുണ്ട്. ഗവൺമെൻറ് ആശുപത്രിയിൽ വെച്ചിട്ടുണ്ട്. പ്രൈവറ്റ് ആശുപത്രിയിൽ വെച്ചിട്ടില്ല. പ്രൈവറ്റ് ആശുപത്രിയിൽ അവർ അവരുടെ ചെലവിലാണ് ചെയ്യുന്നത് തന്നെ. അതിൽ അല്ല, ഔട്ട് പോസ്റ്റ് സംവിധാനം ആയിട്ടില്ല, പലയിടത്തും ആയിട്ടില്ല. അത് ഞങ്ങൾ എപ്പോഴും പ്രഷർ ചെയ്യുന്ന പ്രധാന കാര്യം ഔട്ട് പോസ്റ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല. ആ കൊട്ടാരക്കര സംഭവത്തിലായാലും ഔട്ട് പോസ്റ്റ് അവിടെ പോലീസുകാരുണ്ടായിരുന്നു പറയുന്നെങ്കിലും ശരിക്കും ഔട്ട് പോസ്റ്റ് ഉണ്ടായെങ്കിൽ സംഭവിക്കില്ല. പൊതുസമൂഹത്തിൻ്റെ സമീപനം ഈ മെഡിക്കൽ നെഗ്ലിജൻസിനെതിരെ ഒന്നും നടപടിയില്ലാത്തത് കൊണ്ടൊക്കെ ആയിരിക്കും ഡോക്ടർമാർ ഇങ്ങനെ അറ്റാക്ക് ചെയ്യപ്പെടുന്നത്. അല്ല, മെഡിക്കൽ നെഗ്ലിജൻസ് ഇവിടെ ഇക്കാര്യത്തിൽ നെഗ്ലിജൻസ് ഉണ്ടായിട്ടില്ല. അല്ല, ഇപ്പോൾ നമ്മൾ അമീബിക് മസ്തിഷ്ക ജ്വരം വന്നത് ഡോക്ടർമാരുടെ കെയർലെസ്നെസ് കൊണ്ടോ അല്ലെങ്കിൽ നെഗ്ലിജൻസ് കൊണ്ടോ അല്ല. അത് വാസ്തവത്തിൽ ജലം വഴിയായിട്ട് വന്നൊരു രോഗമാണ്. അപ്പോൾ അവിടെ താമരശ്ശേരി വന്ന ആ രോഗിയെ പരിശോധിച്ചു എന്നതിൽ കവിഞ്ഞ് താമരശ്ശേരി ഡോക്ടർമാർ ഒന്നും ചെയ്തിട്ടില്ല. അവർ ഉടനെ തന്നെ
ഏറ്റവും നല്ല സ്ഥലം കോഴിക്കോട് മെഡിക്കൽ കൂടിയായിരുന്നു. സർക്കാരും ആരോഗ്യമന്ത്രിയും വേണ്ടതെല്ലാം ചെയ്യുന്നുണ്ട് എന്നതാണ് ഐഎംഎയുടെ നിലപാട്. തീർച്ചയായിട്ടും പരമാവധി ശ്രമിക്കുന്നുണ്ട് തന്നെയാണ് ഞങ്ങൾ നിലപാട്. വേറെ വീഴ്ചയൊന്നുമില്ല. വേറെ വീഴ്ചയുള്ള അല്ല, അവരുടെ ഭാഗത്ത് നിന്ന് വീഴ്ചയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പരമാവധി ശ്രമിക്കുന്നുണ്ട്. CCTV കഴിഞ്ഞ് എല്ലാ സ്ഥലങ്ങളും സ്ഥാപിക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പോലീസ് ഔട്ട് പോസ്റ്റിനെ കുറിച്ചും അവർ ചെയ്യാൻ തയ്യാറാണ് അവർ എന്നാണ് ഞാൻ നേരെ തിരിച്ചാണ് പറയുന്നത്. ഔട്ട് പോസ്റ്റുകൾ ഇല്ല, കാര്യമായ പറഞ്ഞ കാര്യങ്ങളൊന്നും ആരോഗ്യമന്ത്രി പാലിച്ചിട്ടില്ല എന്നാണ് KGM പറയുന്നത്. അതിനോട് യോജിക്കുന്നുണ്ടോ? അല്ല, KGMയുടെ അങ്ങനെയല്ല ഞാൻ പറഞ്ഞു. എൻ്റെ IMA നിലപാടെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഗവൺമെൻറ് പരമാവധി ശ്രമിക്കുന്നുണ്ടെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. വീഴ്ചകളുണ്ടെങ്കിൽ വീഴ്ച പരിഹരിക്കാൻ വേണ്ടി വീണ്ടും ഞങ്ങൾ ആരോഗ്യമന്ത്രിയായിട്ടും സർക്കാരായിട്ടും ഡിസ്കസ് ചെയ്യും.